ഹായ് എവരിവൺ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ 2 ഡിജിറ്റിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുക. എത്ര വലിയ ഡിജിറ്റ് ആയിക്കോട്ടെ, 3 ഡിജിറ്റ് ആയിക്കോട്ടെ, 4 ഡിജിറ്റ് ആയിക്കോട്ടെ, 2 ഡിജിറ്റ് ആയിക്കോട്ടെ, 5 ഡിജിറ്റ് ആയിക്കോട്ടെ, ഏത് വലിയ സംഖ്യ തന്നാലും നമുക്ക് എങ്ങനെയാണ് അതിനെ നിഷ്പ്രയാസം സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. 63 - 45. നമ്മുടെ പണ്ടത്തെ ക്യാരിങ് മെത്തേഡിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി എഫക്റ്റീവുമാണ്, ഈസിയുമാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലുള്ള 2 നമ്പർ അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യുക. 6 - 4 വുഡ് ബി 2. സോ 6 - 2 വുഡ് ബി 2. അതുകൊണ്ട് നമ്മൾ 20 എന്ന് തൽക്കാലം എഴുതുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ നമ്പറിൻ്റെ അറ്റത്തുള്ള യൂണിറ്റ് ഡിജിറ്റ് ചെറുതാണോ വലുതാണോ എന്ന് നോക്കുക. ചെറുതാണെങ്കിൽ നമ്മൾ അറ്റത്തുള്ള യൂണിറ്റ് ഡിജിറ്റ് രണ്ടും 5 - 3 ചെയ്തിട്ട് 2 അല്ലേ കിട്ടുക. ചെറുതാണെങ്കിൽ നമ്മൾ ഈ നമ്പറിനോട് അത് മൈനസ് ചെയ്യും. വലുതാണെങ്കിൽ ഈ നമ്പറിനോട് നമ്മൾ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 20 എഴുതി. സോ ഇവിടെ വലിയ നമ്പറിൻ്റെ അറ്റത്തുള്ള വാല്യൂ ചെറുതാണ്. സോ 5 - 3 ഓർ 3 - 5 5 - 3 വുഡ് ബി എത്രയാണ്? 2 ആണ്. സോ -2 ആയിട്ട് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുക. സോ ആൻസർ വുഡ് ബി 18. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ വലിയ നമ്പറിൻ്റെ 2 അക്കവും ചെറിയ നമ്പറിനെ അപേക്ഷിച്ചിട്ട് വലുതാണ്. ഇവിടെ വലിയ നമ്പറിൻ്റെ ആദ്യത്തെ അക്കം മാത്രമായിരുന്നു വലുത്, രണ്ടാമത്തെ അക്കം ചെറിയ നമ്പറിനെക്കാട്ടും ചെറുതായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പറും ഫസ്റ്റ് ഡിജിറ്റായ 9ഉം ഈ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റായ 5ഉം തമ്മിൽ മൈനസ് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 4 എന്ന് മാത്രം എഴുതാതെ 40 എഴുതുക. ഇവിടെ കാരണം ഇവിടെ 2 നമ്പേഴ്സാണുള്ളത്, 2 ഡിജിറ്റാണ്. അതുകൊണ്ട് 2 ഡിജിറ്റ് നമ്മൾ നമ്പറിനെയും 2 ഡിജിറ്റ് എന്ന ഫോമിൽ വെക്കണം. ഇവിടെ ഈ നമ്പറാണ് വലുത്, 8 ആണ് 3-നെക്കാട്ടും വലുത്. സോ 8 - 3 വുഡ് ബി 5. ഇവിടെ നമ്മൾ +5 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം വലിയ സംഖ്യയുടെ അറ്റത്തുള്ള നമ്പറാണ് വലുത്. അറ്റത്തുള്ള നമ്പർ ചെറുതാണെങ്കിൽ ഇവിടെ മൈനസ് ആണ് വരിക. അറ്റത്തുള്ള നമ്പർ വലുതായത് കൊണ്ട് ഇവിടെ പ്ലസ്. അറ്റത്തുള്ള നമ്പർ ഈ ചെറിയ നമ്പറിൻ്റെ അറ്റത്തുള്ള നമ്പറിനെക്കാട്ടും വലുതായത് കൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഇവിടെ അറ്റത്തുള്ള നമ്പർ ഈ ചെറിയ നമ്പറിനെക്കാട്ടും ചെറുതായത് കൊണ്ടാണ് ഇവിടെ മൈനസും വന്നത്. സോ 40 + 5 എത്രയാണ്? 45 ആണ്. ഈ ടൈപ്പിലുള്ള 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് വേറൊരു ടൈപ്പിലേക്ക് പോകാം. ഇവിടെ 75 - 46 ആണ്. 7 നിന്ന് 4 കുറക്കുമ്പോൾ 3 ആണ്. നമ്മൾ എന്ത് എഴുതണം? 30 എന്ന് എഴുതണം. ഇവിടെ വലിയ ഡിജിറ്റിൻ്റെ അറ്റത്തുള്ള നമ്പർ ചെറിയ ഡിജിറ്റിൻ്റെ അറ്റത്തുള്ള നമ്പറിനെക്കാട്ടും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. 5 നിന്ന് 6 കുറച്ചാൽ, അല്ലെങ്കിൽ 6 നിന്ന് 5 കുറച്ചാൽ നമുക്ക് 1 കിട്ടും. 1 ഇവിടെ എഴുതുക. 30 നിന്ന് 1 കുറച്ചിട്ടുണ്ടെങ്കിൽ 29. കുറച്ച് കഴിയുമ്പോൾ ഇത് പ്രാക്ടീസായി കഴിയുമ്പോൾ ഈ സ്റ്റെപ്പ് വേണ്ടതെന്നാവും. നമുക്ക് എളുപ്പത്തിൽ ഡയറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. 8 നിന്ന് 3 കുറച്ചാൽ 50 എന്ന് കിട്ടും. 8 നിന്ന് 3 കുറച്ചാൽ 5 കിട്ടും. 5 നമുക്ക് 50 ആക്കി കൊടുക്കാം. 50 ആക്കി കൊടുക്കാം. 50. ഇവിടെ വലിയ സംഖ്യയാണ്, വലിയ ഡിജിറ്റിൻ്റെ അറ്റത്തുള്ള സംഖ്യ വലുതായതുകൊണ്ട് നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. +7 നിന്ന് 5 കുറച്ചാൽ 5. മൈനസ് തന്നെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നും നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുമ്പോഴും ഈ നമ്പർ തമ്മിൽ 6 നിന്ന് 5 കുറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും പ്ലസ് ഇട്ട് കൊടുക്കുന്നെങ്കിലും അറ്റത്തുള്ള സംഖ്യകൾ മൈനസ് ചെയ്യുകയാണ്. ഇവിടെ 8 നിന്ന് 3 കുറച്ചാൽ 5 കിട്ടും. ഇവിടെ 7 നിന്ന് 2 കുറച്ചാൽ 5 കിട്ടും. സോ 50 + 5 വുഡ് ബി 55. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പിലേക്ക് കടക്കാം. 125 നിന്ന് 87 മൈനസ് ചെയ്യുക. എങ്ങനെയാണ് 125 നിന്ന് 87 മൈനസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 2 അക്കമായതുകൊണ്ട് ആദ്യത്തെ ഓരോരോ അക്കമാണ് നമ്മൾ ഇവിടെ എടുത്തത്. ഇവിടെ 3 അക്കമായതുകൊണ്ട് ആദ്യത്തെ 2 അക്കമാണ് നമ്മൾ എടുക്കേണ്ടത്. 1 2 3 അക്കം. ഇവിടെ 2 അക്കം ആയതുകൊണ്ട് ഒറ്റ നമ്പർ എടുത്താൽ മതി. ഇത് രണ്ടും മൈനസ് ചെയ്യുക. 12 നിന്ന് 8 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ നമ്മൾ 40 എഴുതേണ്ടത്. 40 എഴുതി കൊടുക്കേണ്ടത്. പിന്നെ വലിയ നമ്പറിൻ്റെ അറ്റം ചെറുതാണ്, യൂണിറ്റ് ഡിജിറ്റ് ചെറുതാണ് ചെറിയ നമ്പറെ അപേക്ഷിച്ചോ. അപ്പോൾ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. 7 നിന്ന് 5 കുറച്ചാൽ 2 കിട്ടും. സോ 40 നിന്ന് 2 കുറച്ചാൽ 38 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ടൈപ്പിലെ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് വേറൊരു ടൈപ്പിലേക്ക് കിടക്കാം. 217 - 85. 217 - 85 ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 അക്കം എടുക്കണം. കാരണം ഇത് 3 ഡിജിറ്റാണ്. 4 ഡിജിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 അക്കം എടുക്കുക. 5 ഡിജിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 അക്കം എടുക്കുക. അങ്ങനെ തുടർന്ന് പോകും. 21 ഇവിടുന്ന് 8. 21 നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 21 - 8 വുഡ് ബി 13. 13 കിട്ടുക. 21 നിന്ന് 8 മൈനസ് ചെയ്താൽ 13 കിട്ടും. 13 കിട്ടും. കാരണം ഇതെന്താണ്? 13 ഇവിടെ നമുക്ക് 4 കിട്ടിയതുകൊണ്ടാണ് 40 ആയത്, 5 കിട്ടിയതുകൊണ്ടാണ് 50 ആയത്, 3 കിട്ടിയതുകൊണ്ട് 30 ആയത്. ഇവിടെ 13 കിട്ടിയതുകൊണ്ട് അത് 130 ആകും. കാരണം 21 നിന്ന് 8 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 13 കിട്ടിയത്. ഇവിടെ 12 നിന്ന് 8 മൈനസ് ചെയ്തപ്പോൾ 4 കിട്ടിയതുകൊണ്ടാണ് 40 ആയത്. ഇവിടെ 21 നിന്ന് 8 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 13 കിട്ടി. അതുകൊണ്ടാണ് 130 ആയത്. ഇവിടെ അറ്റത്തുള്ള നമ്പർ വലിയ സംഖ്യയുടെ അറ്റത്തുള്ള നമ്പർ വലുതായതുകൊണ്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. 7 നിന്ന് 5 കുറച്ചാൽ 2 ആണ്. 132 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. 132 + 85 ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ വാല്യൂ തന്നെയാണ് കിട്ടുക. കാരണം ഇത് ഏറ്റവും എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് ഏറ്റവും എളുപ്പമാണ്. നമ്മൾ സാധാ
മറ്റേ ക്യാരി മെത്തേഡ് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ സിമ്പിളാണ് ഇങ്ങനെ മെത്തേഡിൽ നമ്മൾ അവരെ സംഖ്യയെ മൈനസ് ചെയ്യുന്ന സമയത്ത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ 268 മൈനസ് 159. ഇവിടെ രണ്ട് സൈഡും എന്താണ്, രണ്ട് സ്ഥലത്തും 3 ഡിജിറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ 2 അക്കമാണ് രണ്ടിൻ്റെ എടുക്കേണ്ടത്. ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ടാണ് ഒരക്കം എടുത്തത്. എത്ര ഡിജിറ്റാണോ അതിൻ്റെ ഒരു അക്കം വിട്ടിട്ട് അവസാനത്തെ അക്കം വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം എടുക്കണം നമ്മൾ. സോ 26 മൈനസ് 15 വുഡ് ബി 11. സോ 11 എഴുതാൻ പാടില്ല. 11 എഴുതിയിട്ടുണ്ടെങ്കിൽ 110 എന്ന് എഴുതിയിട്ട് അത് കൺവേർട്ട് ചെയ്യണം. പിന്നെ വലിയ സംഖ്യയുടെ അറ്റത്തുള്ള നമ്പർ ചെറിയ സംഖ്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കണം, അതിനെ മൈനസ് ഇടണം. 9 കുറച്ചാൽ 1 കിട്ടും. 110 കുറച്ചാൽ നമുക്കറിയാം 109 ആൻസർ. എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ഒരു ടൈപ്പും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ 1360, ദിസ് ഈസ് എ 4 ഡിജിറ്റ് നമ്പർ. സോ വി വാണ്ട് ടു ടേക്ക് ദ ഫസ്റ്റ് 3 ഡിജിറ്റ്. സോ ആദ്യത്തെ 3 ഡിജിറ്റ് എടുക്കുക. ഇവിടെ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക. സോ 136 16 സബ്സ്ട്രാക്ട് ചെയ്യുക. 136 16 സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 136 മൈനസ് 16 വുഡ് ബി 0 to 120 എന്ന് കിട്ടും. 120 ആണ് 136 16 സബ്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ. 120 എന്ന് മാത്രം എഴുതാൻ പാടില്ല, കാരണം ഇവിടെ 4 ഡിജിറ്റ് ആയതുകൊണ്ട് അതിനെയും 4 ഡിജിറ്റേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 98 88 ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ 880 എന്നാക്കി മാറ്റാം. പക്ഷേ ഇവിടെ 120 എന്നാണ് കിട്ടിയത്. 120 ഇവിടെ നമ്മൾ 13 കിട്ടിയപ്പോൾ 130 ആക്കി, 11 കിട്ടിയപ്പോൾ 110 ആക്കി. 120 കിട്ടുമ്പോൾ അതിനെ 1200 ആക്കി മാറ്റണം. ചെറിയ അക്കം വലിയ ഡിജിറ്റിൻ്റെ അവസാനത്തെ അക്കം ചെറിയ ഡിജിറ്റിൻ്റെ അവസാനത്തെ അക്കത്തേക്കാളും കുറവായതുകൊണ്ട് മൈനസ്. കുറവാണെങ്കിൽ മൈനസ്, കൂടുതലാണെങ്കിൽ ഇവിടെ കണ്ടോ, കൂടുതലാവുമ്പോൾ പ്ലസ്സും കുറവാകുമ്പോൾ മൈനസും ചെയ്യുക. സോ 0 8 കുറച്ചല്ലേ, 8 0 കുറച്ച് എത്രയാണ്? 8 0 കുറച്ച് 8 തന്നെയാണ്. 1200 8 കുറച്ചാൽ 1192. എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. സോ ആദ്യം നമുക്കിത് ടഫായി തോന്നും. ആദ്യം നമുക്ക് വീഡിയോ കുറേ പ്രാവശ്യം കാണേണ്ടി വരുമെന്ന് തോന്നും. പക്ഷേ അവസാനം നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പം. സബ്സ്ട്രാക്ഷനും എഡിഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം വളരെ എളുപ്പമാവും. സോ ഇനി വരും വീഡിയോകളിൽ നമ്മളിനി മൾട്ടിപ്ലിക്കേഷനും എഡിഷൻ്റെയും ഇങ്ങനത്തെ പോലത്തെ ട്രിക്ക് ചെയ്യുന്നതാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുക. സോ ഇവിടെ 4 ഡിജിറ്റാണ് രണ്ടിലുള്ളത്. നമുക്ക് ഫസ്റ്റത്തെ 3 ഡിജിറ്റ് 2 എണ്ണത്തിലും എടുക്കുക. സോ 157 നിന്ന് 117 മൈനസ് ചെയ്യുക. സോ 0 5 മൈനസ് ചെയ്താൽ 4, 1 മൈനസ് ചെയ്താൽ 0. സോ 40 എന്ന് കിട്ടും. ഇവിടെ 40 എന്ന് കിട്ടും. 40 എഴുതുക. 40 എഴുതി കഴിഞ്ഞിട്ട് ഒരു 0 കൂടെ അതിൻ്റെ അറ്റത്തിട്ടോ ഇടുക. ഇവിടെ വലിയ അക്കത്തിനെയും കാട്ടും വലുതാണ് ചെറിയ അക്കത്തിൻ്റെ അറ്റം. വലിയ അക്കത്തിൻ്റെ 1 ഡിജിറ്റിനെയും കാട്ടും വലുതാണ് ചെറിയ അക്കത്തിൻ്റെ 1 ഡിജിറ്റ്. 8 കാട്ടും വലുതാണ് 9. സോ ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെ 9 ആണ്, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ പ്ലസിൻ്റെ ചിഹ്നമാവും, ഓർമ്മിക്കണം. സോ 8 9 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1, 9 8 മൈനസ് ചെയ്താലും 1 ആണ്, 8 9 മൈനസ് ചെയ്താലും 1 ആണ്. പക്ഷേ എങ്കിൽ 8 9 മൈനസ് ചെയ്യുന്ന സമയത്ത് -1 ആണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ -9 എന്ന് ഓർമ്മിക്കുന്നതിനും കാട്ടും വലിയ അക്കത്തിൻ്റെ അറ്റം ചെറുതാണ്, ചെറിയ അറ്റത്തിൻ്റെ അറ്റം വലുതാണെങ്കിൽ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. വലിയ നമ്പറിൻ്റെ അറ്റം വലുതാണ്, ചെറിയ നമ്പറിൻ്റെ അറ്റം ചെറുതാണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. സോ 400 1 മൈനസ് ചെയ്താൽ 399 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഏത് നമ്പർ ആയാലും 5 ഡിജിറ്റ് ആയിക്കോട്ടെ, 6 ഡിജിറ്റ് ആയിക്കോട്ടെ, 7 ഡിജിറ്റ് ആയിക്കോട്ടെ, 8 ഡിജിറ്റ് ആയിക്കോട്ടെ, എത്ര വലിയ നമ്പർ ആയാലും ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ സബ്സ്ട്രാക്ഷനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇത് ഏത് നമ്പറാണെങ്കിലും മൈനസ് ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് ആയിട്ടുള്ള മറ്റേ ക്യാരിങ് അങ്ങനത്തെ പോലത്തെ മെത്തേഡ് ഉപയോഗിക്കുകയേ വേണ്ട. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ.